1934 ജനുവരി 19 ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായി തിരുവിതാംകൂറിലെത്തിയതായിരുന്നു മഹാത്മജി. ഉത്സവ നിറവിൽ മഹാത്മാവിനെ പന്മന സ്വീകരിച്ചു. അദ്ദേഹം നടന്നെത്തിയ പാത മഹാത്മാഗാന്ധി റോഡായി. വിശ്രമിച്ച പന്മന ആശ്രമം ഗാന്ധി സ്മാരകവുമായി. ഹരിജനോദ്ധാരണത്തിന് വേണ്ടി മഹാത്മജി അതിൻ്റെ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ 2 ദിവസം ഈ പന്മന ആശ്രമത്തിൽ വിശ്രമിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു. മഹാത്മജിയുടെ മാനസപുത്രിയായിട്ട് സങ്കല്പിക്കുന്ന മീരാബനും മഹാത്മജിയുടെ കൂടെ അന്ന് ഇവിടെ സന്ദർശിച്ചിരുന്നു. അന്ന് മഹാത്മജിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഇവിടെ ഈ ആശ്രമത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് മീരാബനൊരു വേപ്പ് നട്ടിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ആ വേപ്പ് ഉണങ്ങിപ്പോയെങ്കിലും വീണ്ടും പുതിയ വേപ്പ് അവിടെ നട്ട് പിടിപ്പിച്ച് അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു മഹാത്മാഗാന്ധിക്ക് പന്മന ആശ്രമത്തിൽ സ്വീകരണമൊരുക്കിയത്. ആ നിമിഷങ്ങളൊക്കെ ഇന്നും മായാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അതേ ഒരു ദക്ഷിണ കൊടുത്ത് അന്ന് ഈ ചക്രമൊക്കെ ആണല്ലേ. അപ്പോഴും മഹാത്മാഗാന്ധി പറഞ്ഞു, എൻ്റെ ഫീസ് ഇതൊന്നും അല്ല, 5 രൂപ. എൻ്റെ ഓർമ്മ 5 3 രൂപയാണെന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത്. പക്ഷേ അദ്ദേഹം പറയാൻ കേട്ടവർക്ക് ഫസ്റ്റ് ഇമ്പ്രഷനായിട്ട് ഇങ്ങനെ ചോദിക്കുമെന്ന്. പക്ഷേ അദ്ദേഹം വന്നത് എന്തിനാണ്? ഹരിജന ഫണ്ടിൻ്റെ കളക്ഷന് വേണ്ടിയാണ് വന്നിരുന്നത്. ഓരോരുത്തർ സ്വർണ്ണവളയും മാലയൊക്കെ ഊരി കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഈ ദക്ഷിണയും കൂടെ അങ്ങോട്ട് പോകണം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു മനസ്സിലായി. ഗാന്ധിജിയുടെ അന്നത്തെ വിശ്രമമുറി ജീർണാവസ്ഥയിലെത്തിയതോടെ സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. ഗാന്ധിയൻ പുസ്തകങ്ങളും സ്വാതന്ത്ര്യസമര ചരിത്രവുമൊക്കെ ചേർത്ത വിശാലമായ ലൈബ്രറി കൂടി ഒരുക്കാനാണ് ആലോചന.